ഇടുക്കി തൊടുപുഴയിലെ 75-കാരിയുടെ സമരം വിജയത്തിലേക്ക്. അമ്മിണിക്ക് പട്ടയത്തിന് അവകാശമുണ്ടെന്ന തഹസിൽദാരുടെ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ്. രേഖകൾ പരിശോധിച്ച ഉടൻ പട്ടയം നൽകാനും നിർദ്ദേശമുണ്ട്. ഇത് സംബന്ധിച്ച് തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. സുബിൻ തോമസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുബിൻ, അവസാനം ഏതായാലും ഈ അമ്മിണി സമരം കിടന്നതിന് ഒരു വിജയം ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോഴും അമ്മിണി നേരത്തെ മാധ്യമങ്ങളോടക്കം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു, ഈ പട്ടയം നൽകും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തൻ്റെ കയ്യിൽ പട്ടയം ലഭിക്കുന്നതുവരെ താൻ സമരം തുടരുമെന്ന് തന്നെയാണ്. ഈ 70 വയസ്സിലധികം വരുന്ന വയോധികയുടെ ഈ സമരം ഇത്രയും ദിവസമായിട്ടും കണ്ടില്ല എന്ന് നടിക്കുക തന്നെയായിരുന്നു ഉദ്യോഗസ്ഥർ ചെയ്തുകൊണ്ടിരുന്നത്. സുബിനിലേക്ക് പോകാം. സുബിൻ, ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോഴാണ് ഒരു അനക്കം ഉണ്ടായത്. എന്തായാലും ഇത് അമ്മിണിയെ സംബന്ധിച്ചിടത്തോളം അമ്മിണി നടത്തിയ സമരത്തിൻ്റെ വിജയം തന്നെയാണ്. പക്ഷേ അവർ പറയുന്നത് തൻ്റെ കയ്യിൽ ഈ പട്ടയം ലഭിക്കുന്നതുവരെ താൻ ഈ സമരം തുടരുമെന്ന് തന്നെയാണ്. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് 1975 മുതൽ പട്ടയത്തിനായി കാത്തിരിക്കുന്ന ഒരു സ്ത്രീയാണ് അമ്മിണി. ആ ഒരു കാലഘട്ടത്തിനിടയ്ക്ക് പലതവണയാണ് സർക്കാർ ഓഫീസുകളെല്ലാം തന്നെ ഇവർ കയറിയിറങ്ങിയത്. പക്ഷെ അപ്പോഴൊന്നും ഇവർക്ക് ഈ ഒരു പട്ടയം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. എല്ലായിടത്തും ഒരു അവഗണന മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പാഠത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു പട്ടയം കയ്യിൽ കിട്ടിയെങ്കിൽ മാത്രമേ ഈ ഒരു സമരത്തിൽ നിന്ന് പിന്മാറൂ എന്നുള്ള ആ ഒരു നിലപാട് എടുത്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും ഇപ്പോൾ സമരം അത് 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്ന സാഹചര്യമുണ്ട്. അടിയന്തരമായി തന്നെ ഒരു വിഷയം പരിഹരിക്കേണ്ടതായിട്ടുമുണ്ട്. എന്തായാലും അതിൽ ഒരു പരിഹാരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത്. പ്രധാനമായും ഈ അമ്മിണിയുടെ 10 സെന്റോളം സ്ഥലം മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സ്ഥലത്തിൽ പോലും കയ്യേറ്റം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ ഈ കയ്യേറ്റം നടത്തിയെന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ എല്ലാം തന്നെ ഒരു പട്ടയം അടക്കം ലഭിച്ച സാഹചര്യമുണ്ട്. അതെല്ലാം തന്നെ പരിശോധിച്ച ശേഷം അമ്മിണിക്ക് അവിടെ എന്തെങ്കിലും സ്ഥലമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അതിനായിട്ടെല്ലാം തന്നെ ഈ LA ഫയൽ പരിശോധിച്ചെങ്കിൽ മാത്രമേ ഈ സ്ഥലത്തിന്റെ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ എന്നാണ് തഹസിൽദാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് 2 ദിവസത്തിനകം തന്നെ ഈ LA ഫയൽ പരിശോധിച്ചുകൊണ്ട് ഈ ഒരു സ്ഥലത്തിന്റെ വിവരങ്ങളെല്ലാം തന്നെ ശേഖരിക്കുക എന്നുള്ളതാണ് നിലവിൽ ആദ്യഘട്ടം എന്നോണം നടക്കുക. അതിനുശേഷം 25-ാം തീയതി ഒരു ഹിയറിംഗ് വെച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ അമ്മിണിയുടെ സ്ഥലം കയ്യേറി എന്ന് പറയുന്ന വ്യക്തിയെയും അതുപോലെ തന്നെ അമ്മിണിയെയും വിളിച്ച് ഹിയറിംഗ് നടത്തുന്നുണ്ട്. ഇവരുടെ സ്ഥലത്തിന്റെ രേഖകൾ എല്ലാം തന്നെ പരിശോധിച്ച ശേഷം 25-ാം തീയതി കഴിയുമ്പോൾ ഈ ഒരു വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് പ്രധാനമായും പ്രതീക്ഷിക്കുന്നത്. അതായത് സുബിൻ പറഞ്ഞ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവത്തിൽ ഇനിയും ഏറെ നൂലാമാലകളുണ്ട്. ആ കെട്ടുകളൊക്കെ തന്നെ അഴിച്ചാൽ മാത്രമേ ഈ അമ്മിണിക്ക് പട്ടയം തൻ്റെ കയ്യിൽ കിട്ടുള്ളൂ എന്നുള്ള കാര്യമാണ് സർക്കാർ തലത്തിൽ നിന്നും അറിയാൻ കഴിയുന്നതും. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. അതായത് 25-ാം തീയതിയിലെ ഒരു ഹിയറിംഗിൽ ഈ രേഖകളെല്ലാം തന്നെ പരിശോധിച്ച ശേഷം മാത്രമേ ഈ ഒരു പട്ടയം സംബന്ധിച്ച് അല്ലെങ്കിൽ പട്ടയം നൽകുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയും. എന്തായാലും ഇവർക്ക് പട്ടയത്തിന് അർഹതയുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചിട്ടുള്ളത്. പ്രധാനമായും ഈ 40 വർഷമായി അമ്മിണി അവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പട്ടയത്തിന് അവകാശമുണ്ട് എന്നുള്ളതാണ് തഹസിൽദാർ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിൽ ഈ ഒരു കയ്യേറ്റം നടന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു പരിശോധന നടത്തേണ്ടതായി വരുന്നത്. അത്തരത്തിലുള്ള പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഈ ഒരു പട്ടയം നൽകാനുള്ള നടപടിക്രമങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണുള്ളത്. അതേസമയം ഈ തന്റെ ഭൂമിയിൽ ഈ കയ്യേറ്റം നടന്ന ഭൂമിയിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നിട്ടുണ്ട്. അതായത് മതിലൊക്കെ കെട്ടി ഈ കയ്യേറ്റം നടത്തിയെന്ന് ആരോപിക്കുന്ന വ്യക്തി അത് തിരിച്ച് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതെല്ലാം തന്നെ ഒഴിപ്പിച്ചുകൊണ്ട് ഈ പട്ടയം തന്റെ കയ്യിൽ കിട്ടിയെങ്കിൽ മാത്രമേ ഈ ഒരു സമരത്തിൽ നിന്ന് പിന്മാറൂ എന്നുള്ള ഒറ്റ നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും അടിയന്തരമായി തന്നെ ഈ ഒരു വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ള ഒരു സൂചനകളാണ് ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. പിന്നീടുള്ള ഒരു കാര്യം എന്നുള്ളത് ഈ ഒരു സ്ഥലം സംബന്ധിച്ച് ചില കോടതി വ്യവഹാരങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. 1964 ചട്ടപ്രകാരം ഈ പട്ടയം നൽകുന്നത് തടഞ്ഞുകൊണ്ട് കോടതിയുടെ ഒരു വിധി നിൽക്കുന്നുണ്ട്. ആ ഒരു വിധി നിൽക്കുന്നത് കൊണ്ട് തന്നെയുള്ള ഒരു ചെറിയ കോടതി പ്രശ്നം നിൽക്കുന്നു. അതെല്ലാം തന്നെ ഈ കോടതിയുടെ രേഖകൾ എല്ലാം തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം അതിനുവേണ്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കാമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ആ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ച് 25-ാം തീയതിയോടുകൂടി ഈ ഒരു ഹിയറിംഗിന് ശേഷം വ്യക്തമായി ഈ ഒരു സ്ഥലം സംബന്ധിച്ച് വ്യക്തമായ ഒരു വിവരങ്ങൾ അല്ലെങ്കിൽ രേഖകളെല്ലാം തന്നെ ലഭ്യമായി കഴിഞ്ഞാൽ ഇവർക്ക് പട്ടയം നൽകാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാനാകുമെന്നാണ് തഹസിൽദാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ റവന്യൂ വകുപ്പ് അതിനുവേണ്ട നടപടികളെല്ലാം തന്നെ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അടിയന്തരമായി തന്നെ ആ രേഖകളെല്ലാം തന്നെ സ്വീകരിക്കും എന്നുള്ളതാണ്. രേഖകളെല്ലാം തന്നെ കൃത്യമായി അത് പരിഹരിച്ച് കൊടുക്കുമെന്നുള്ളതാണ് ഒരു ഉറപ്പാണ് അവർക്ക്
നിലവിൽ നൽകിയിട്ടുള്ളത്. എങ്കിലും പോലും ഈ ഉറപ്പുകളെല്ലാം ലഭിക്കുമ്പോഴും അവർ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. പട്ടയം തന്റെ കയ്യിൽ കിട്ടാതെ താൻ ഈ ഒരു സമരം അവസാനിപ്പിക്കില്ല. കാരണം മുമ്പ് ഈ വർഷങ്ങളായി അവർ നേരിട്ട അവഗണനയുണ്ട്. അവസാന ഘട്ടത്തിൽ നവകേരള സദസ്സിൽ പോലും ഈ ഒരു പരാതിയുമായി അവർ എത്തുന്നു. അവിടെയും അവർക്ക് അവഗണനയാണ് ഉണ്ടായത്. തന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല. അതേ തുടർന്നാണ് ഇത്തരത്തിലൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് അവർ കടന്നതും അതൊരു വലിയ വാർത്തയായി വരുന്നതും അതിനുശേഷം അടിയന്തര ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുന്നതും. ഈ ഏറ്റ അവഗണന അവർക്ക് പലപ്പോഴായി സർക്കാർ സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് അവർക്കേറ്റ അവഗണനയുണ്ട്. അവർ പഠിച്ച കുറെ പാഠങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഒരു അവഗണന ഉണ്ടാവാം, അല്ലെങ്കിൽ ഈ ഒരു ഉറപ്പ് ലഭിച്ചുവെങ്കിൽ പോലും താൻ വീണ്ടും അവഗണിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പട്ടയം ലഭിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു സമരത്തിൽ നിന്ന് പിന്നോട്ട് പോകൂ, അല്ലെങ്കിൽ സമരം പിൻവലിക്കൂ എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നത്. ശരി, സുബിനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.